മഹാരാഷ്ട്രയിലെ സീറ്റ് തർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെന്നും ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും സഞ്ജയ് റാവത്ത് 24നോട് പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് ഈ വാദം തള്ളി. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ? ഇതിനിടയിൽ ഈ ഒരു കാര്യത്തിൽ ഇരുകൂട്ടരും തമ്മിൽ വലിയ തർക്കം വീണ്ടും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് 17 അംഗ സ്ഥാനാർത്ഥി പട്ടിക ഉദ്ധവ് താക്കറെ പുറത്തുവിട്ടത്. എന്നാൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമായാണ് ശിവസേന ഉദ്ധവ് വിഭാഗം പുറത്തിറക്കിയത് എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. മാത്രമല്ല, കടുത്ത ഭാഷയിൽ പല നേതാക്കൾ പ്രതികരിക്കുന്നതും കണ്ടു. ഇന്ന് സഞ്ജയ് റാവത്തിനെ നേരിൽ കണ്ടപ്പോഴാണ് ഈ വിഷയത്തിൽ പ്രതികരണം നമ്മൾ തേടിയത്. എന്നാൽ ഇനി ഒരു ചർച്ച അനിവാര്യമല്ല എന്നും ഈ കാര്യത്തിൽ എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ നേരത്തെ തന്നെ ധാരണയായതാണ്. 22 സീറ്റിൽ ശിവസേന മത്സരിക്കും. സ്വാഭാവികമായും ഞങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. അതിനപ്പുറത്തേക്ക് ഇതിൽ വിവാദമൊന്നുമില്ല, ഒരു തർക്കവുമില്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പട്ടികയിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസ് നേതാക്കൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. ഒരു മാറ്റത്തിനും നിലവിലെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് ശിവസേന പോകില്ല എന്നത് വ്യക്തം. ഏതായാലും അതിന് പിന്നാലെ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലയുള്ള ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേർന്നത്.